ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ ഞങ്ങളൊരു ദിവസം തൃപ്പയാർ പോയിട്ടുണ്ടായിരുന്നു. തൃപ്പയാർ പോയപ്പോൾ പെട്ടെന്നൊരു എടുത്തൊരു തീരുമാനമാണ് ഓഹോ ബീച്ച് കാണാൻ പോവാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ഭയങ്കര ട്രെൻഡായി ആയിട്ടുള്ളൊരു ബീച്ചാണ് ഓഹോ ബീച്ച്. ഇത് തളിക്കുളം തമ്പാൻകടവ് അങ്ങനെ ആണ് പറയുക. അപ്പോൾ എന്താ പറയുക, ആക്ച്വലി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അർജുൻ വന്നിട്ട് വെക്കേഷന് വന്നിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം പോയിട്ട് പോരാമെന്ന് കരുതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചേച്ചിയുടെ മോള് 10th പാസ്സായി. അപ്പോൾ പാസ്സായതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ തൃപ്പയാർ ശ്രീമൂ ശരവണ ഭവൻ, അതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഹോട്ടലിൽ. അവിടെ പോയി ഞങ്ങൾ മസാല ദോശ, മഷ്റൂം മസാല, അതുപോലെ തന്നെ പനീർ മസാല ഒക്കെ കഴിച്ചിട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ചിന്നുവിന്, അതായത് ചേച്ചിയുടെ മോൾക്ക് വിക്രമിനോട് ഒരാഗ്രഹം പറഞ്ഞത് ഓഹോ ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ സമയം ഒരു 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഓഹോ ബീച്ചിൻ്റെ അവിടേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ നല്ല രസമാണ് ആ ഒരു ബീച്ച് കാണാനായിട്ട്. കുറച്ചും കൂടി പകൽ വരേണ്ടതാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് നല്ലൊരു തീരുമാനമായി എടുത്തത്. എന്നാലും രാത്രി കാണാൻ നല്ല രസം. ഒരുപാട് ലൈറ്റ്സുകളും പിന്നെ ചെറിയ ചെറിയ ഷോപ്സ്, അതായത് ഈ ഫുഡിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ ഒരു ഭാഗത്തിന് ഒരു കടവ് പോലെ ഉണ്ട്. ആ കടവ് എത്തുന്നത് കടലിലേക്കാണ് ചേരുന്നത്. നമുക്ക് കടലൊന്നും രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല, ആ ഒരു ഭാഗത്ത് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കടലിലവിടേക്കൊക്കെ പോയിട്ടുണ്ട്, അതേ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു നല്ല രസമാണ് കേട്ടോ. നമുക്ക് സമയം പോകുന്നത് അറിയില്ല അവിടെ ചെന്നാൽ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ബീച്ച്. സ്നേഹതീരം, ആദ്യമൊക്കെ സ്നേഹതീരമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ ഓഹോ ബീച്ചാണ് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഇത് ഞങ്ങൾ എന്താ പറയുക, അവിടെ നിന്ന് കടലിൻ്റെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്ന് അവിടെ ഒരു റിസോർട്ടാണോ എന്താണെന്ന് അറിയില്ല, ദേജാബ്ലു റിസോർട്ട് എന്നാണ് പറയുക. അത് നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും. തമ്പാൻകടവ് തളിക്കുളം ബീച്ചിൻ്റെ ഒരു ബീച്ച് റിസോർട്ടാണത്. അത് നമുക്ക് റീൽസിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വെറുതെ ആ ഭാഗം വരെ ഒന്ന് നടന്നു. അതൊക്കെ ആ കാണുന്നതാണ് ആ ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റും, ഹോട്ടലാണ് എന്താണെന്ന് എനിക്ക് ശരിക്കും എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ വീഡിയോസും ഉണ്ട്. അപ്പോൾ അവിടെയും വരെ ഒന്ന് നടന്ന് ഞങ്ങൾ തിരിച്ച് പിന്നെ ഓഹോ ബീച്ചിൻ്റെ അവിടേക്ക് വീണ്ടും വന്നു. അപ്പോൾ രാത്രി സമയത്ത് ശരിക്കും പറഞ്ഞാൽ കടലിൽ എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രി ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടത്ത് പോയി, നമ്മൾ രാത്രിയല്ലേ, ഇരുട്ടാവുന്ന സമയത്ത് കടലിൽ അവിടേക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ അനന്തമായി കിടക്കുന്നൊരു ഇതല്ലേ, എനിക്ക് ഭയങ്കര ഇരുട്ടുമല്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ സംഭവങ്ങൾ. അതായത് പുഴ, ഇപ്പോൾ നമ്മൾ ഈ ബസ്സിനൊക്കെ വരുമല്ലോ രാത്രിയിലൊക്കെ, നമ്മൾ എന്താ പറയുക, എവിടെയെങ്കിലും വരുമ്പോൾ വലിയ കോൾപ്പാടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് അത് ഇരുട്ടത്ത് കാണുന്നത് ഭയങ്കര എന്താണെന്ന് പറയുക, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഭാഗമാകുമ്പോൾ തിരിഞ്ഞിരിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമ്മൾ കടൽ പകലായിട്ട് കണ്ട് അങ്ങനെ പതുക്കെ ഇരുട്ടായി വരുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ഇരുട്ടിൽ പെട്ടെന്ന് ആ ഒരു ഇത് കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു അതായത് എൻ്റെ അർജുനുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇത്, എന്താണെന്നറിയില്ല. അത് ആകെ ഇങ്ങനെ മൊത്തം ഇരുട്ട് പോലെ ആകുമ്പോഴേക്കും ഞാൻ അനന്തമായി ഇങ്ങനെ കിടക്കല്ലേ, ഫുള്ളിങ്ങനെ ഇരുട്ടായിട്ട് കിടക്കുമെന്ന്. പിന്നെ കടലിൻ്റെ സൗണ്ട് ആ സമയത്ത് ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞൊരു വല്ലാത്തൊരു ഫീലാണ് ഈ കടൽ. എനിക്കിഷ്ടം കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ രാത്രി സമയത്തൊരു ഭയമോ ഒരു പേടിയോ എന്തൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കടലിൽ അവിടുന്ന് കുറേ അങ്ങനെ നടന്ന് പിന്നെ ഞങ്ങളിതാ വീണ്ടും ഈ ഫുഡിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചത് കൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിക്കാനിരുന്നില്ല. പക്ഷേ ചേച്ചി അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായി. അപ്പോൾ അതിപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വയസ്സ്. അപ്പോൾ അവിടെ ഐസ്ക്രീം നോക്കിയപ്പോൾ പല ഫ്ലേവേഴ്സ് ഇല്ല, പിന്നെ കോണിലാണ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്, ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഓഹോ ബീച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഓഹോ ബീച്ച് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, അങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക ഫേമസ് ആയിരിക്കുന്നത്.
അപ്പോൾ ഒരുപാട് റീൽസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മേ ബി. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിരിയാണ് ചെയ്തത്. തിരിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ ഓഹോ ബീച്ചിലേക്ക് ഒന്ന് പോയി നോക്കൂട്ടോ, നല്ല രസമാണ്. ഒരുപാട് ഫുഡ് ഇതുണ്ട്, അത് അവിടെ ചെന്നാലേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോസിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.